ഹലോ നമസ്കാരം ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് വർക്കൗട്ട് റുട്ടീനാണ്. ഒരു 15 മിനിറ്റോളം നീളുന്ന നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് റുട്ടീൻ. അപ്പോൾ ഇത് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രായമുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഒരു 55 വയസ്സിന് ശേഷമൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു 3 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ മാറ്റി മാറ്റി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിനകത്ത് ഏത് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കൗട്ടുകൾ തിരഞ്ഞെടുക്കാം. അപ്പം ഞാൻ മെനഞ്ഞാന്ന് കാണിച്ചു തന്നത് നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെയ്ത് നിങ്ങൾക്കൊരു മടുപ്പുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യായാമം നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. അങ്ങനെ വ്യായാമങ്ങൾ നമ്മൾ മാറി മാറി പരിശീലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യായാമം ചെയ്യാനുള്ള ഒരു മടുപ്പ് ഉണ്ടാവില്ല കേട്ടോ. ഒരു ദിവസം തന്നെ നമ്മൾ ഒരേ വ്യായാമങ്ങൾ ആവർത്തിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഒരേ കണക്ക് തന്നെ ആവർത്തിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു മടുപ്പുണ്ടാവും. അപ്പം അങ്ങനെയുള്ള മടുപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വ്യായാമങ്ങൾ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളത് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക. ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും. നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. നല്ല എക്സസൈസുകളാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നു, നട്ടെല്ലൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നു. സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ്, ഫസ്റ്റ് വ്യായാമം ദാ ഇതേപോലെ കൈയൊന്ന് സ്ട്രൈറ്റ് ആകുന്നു, ഇങ്ങനെ പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6 7 8 good 9 10. 10 ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്ത എക്സസൈസ് ചെയ്യുക. അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് കൈകൾ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇതേ കണക്ക് തന്നെ വെക്കുന്നു. അതിനുശേഷം ബാക്കിലോട്ട് സ്ക്വീസ് ചെയ്യുന്നു. 1 ബാക്കിലോട്ട് മാക്സിമം, 2 3 വെരി ഗുഡ് 4 5 6 7 8 9 10. റിലാക്സ്. ഇനി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇതേ കണക്ക് കൈ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുന്നു. 1 2 3 4 5 വെരി ഗുഡ് വെരി ഗുഡ് 6 7 8 9 10. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടതിന് ശേഷം ഇതേപോലെ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 ചെയ്തു. അതിനുശേഷം സ്ട്രൈറ്റ് ആയിട്ടതിന് ശേഷം കൈ ഇങ്ങനെ 1 2 3 4 5
5 അതിനുശേഷം 1 2 3 4 5. ഓക്കെ, ഇതേ കണക്ക് 5. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതേ കണക്ക് ചെയ്യുക. അടുത്ത വ്യായാമത്തിലോട്ട് പോകാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് ഇരുന്നതിന് ശേഷം എൻ്റെ കാലിലോട്ടും കൂടെ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതേ കണക്ക് ആദ്യം ഫിംഗർ താഴെ കുത്തിക്കൊണ്ട്, കാലിന്റെ വിരലുകൾ താഴെ കുത്തിക്കൊണ്ട് ഇതേ കണക്ക് ഉയരുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ വ്യായാമം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കമോൺ, 1 2 വെരി ഗുഡ്, 3 4 5 6 7 8 9 ഗുഡ് 10. റിലാക്സ്. അതിനുശേഷം നമ്മൾ ഒരു വട്ടം കൂടെ ഇതേ കണക്ക് തന്നെ ചെയ്യാൻ പോവുകയാണ്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏത് വ്യായാമങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ നട്ടെല്ലൊക്കെ നിവർത്തി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇങ്ങനെ കൂനി ഒന്നും ഇട്ടിരുന്നിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യുക. ഒരു കാല് പതുക്കെ ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തുന്നതനുസരിച്ച് ഓപ്പോസിറ്റ് കൈ ഫ്രണ്ടിലോട്ട്. കണ്ടില്ലേ? 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. ഇതേപോലെ നിങ്ങൾ ചെയ്യുക. സൂപ്പർ എക്സസൈസ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഈ ആർട്സിന്റെ ഭാഗത്തെ പേശികളൊക്കെ ശക്തമാക്കാനും കാലുകളുടെ പേശികളൊക്കെ ശക്തമാക്കാനും സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. ഇനി അടുത്ത എക്സസൈസ് നോക്കാം. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരുന്ന ശേഷം കൈകൾ ഇതേപോലെ ഒന്ന് മുകളിലോട്ട് ഉയർത്തുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് 1 ഗുഡ് 2 3 4 5 6 7 8 9 10. ഇതേ കണക്ക് ഒരു 10 പ്രാവശ്യം ചെയ്യുക. അടുത്ത വ്യായാമം ചെയ്യാം. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേപോലെ 1 2 3
4 5 6 7 8 9 10. ഗുഡ്, വെരി ഗുഡ്. ഇത് നമ്മുടെ ഫൈനൽ എക്സസൈസ്. കൈകൾ ഇത് കണക്ക് ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഒരു സൈഡിലോട്ട് പതുക്കെ 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6. അപ്പം ഇതേപോലെ നിങ്ങൾ ലാസ്റ്റ് എക്സസൈസ് ചെയ്യുക. ഫൈനലായിട്ട് നമുക്കൊരു സ്ട്രെച്ചിങ് ചെയ്യാം. കൈത ഇങ്ങനെ പിടിച്ച് മാക്സിമം മുകളിലോട്ട് കൊണ്ടുപോയി മാക്സിമം ഒന്ന് ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക. സ്ട്രെച്ച് 5 സെക്കൻഡ് ഇതേ കണക്കൊന്ന് ഹോൾഡ് ചെയ്യുക. ഗുഡ്. അപ്പോൾ ഇതും കൂടെ ചെയ്തപ്പോൾ നിങ്ങളുടെ എക്സസൈസ് ഫിനിഷ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിലിരുന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു എക്സസൈസ് റൊട്ടീനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വ്യായാമങ്ങൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ഇത് പലർക്കും ഒരു സംശയം, നമുക്ക് രാവിലെയാണോ വൈകുന്നേരം ചെയ്യാൻ പറ്റില്ല എന്ന്. നിങ്ങൾക്ക് വൈകുന്നേരം വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ ഒരു സമയവും സന്ദർഭവും അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ. എപ്പോൾ ചെയ്താലും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന എക്സസൈസുകൾ തന്നെയാണ്. നിങ്ങളുടെ മൊബിലിറ്റിക്കും നിങ്ങളുടെ ഒരു സ്ട്രെങ്തിനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന എക്സസൈസുകളാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.